മലയാളികൾക്കായി നോർക്ക പുതിയൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നിരുന്നല്ലേ. ഈ വരുന്ന സെപ്റ്റംബർ 22-നാണ് ഇത് ലോഞ്ച് ചെയ്യുക. 5 ലക്ഷത്തിന്റെ കവറേജ് ആണ് ഇതുവഴി പ്രവാസികൾക്ക് ലഭിക്കുക. എന്നാൽ പല പ്രവാസികളും ഈ ഒരു പദ്ധതിയിൽ നിന്നും പുറത്താവുമെന്നാണ് പുതിയ വാർത്ത. നാട്ടിലേക്ക് തിരിച്ചു വന്ന പ്രവാസികളാണ് നോർക്ക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നും പുറത്താവുക. നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള പല പ്രവാസികളും രോഗം കൊണ്ടും ജോലിയില്ലാതെയും ബുദ്ധിമുട്ടുന്നവരാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 14 ലക്ഷത്തോളം പ്രവാസികളാണ് ഇതോടെ പുറത്താകാൻ പോകുന്നത്. വർഷങ്ങളോളം പ്രവാസ ജീവിതവും നയിച്ച് നാട്ടിൽ തിരിച്ചെത്തിയിട്ടും കഷ്ടപ്പെടുന്ന ഒത്തിരി പ്രവാസികൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നും ഇവർ പുറത്താവുന്നത്. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് തൊഴിൽ പെർമിറ്റിനോടൊപ്പം തന്നെ അതത് രാജ്യത്തെ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ്. അതിനാൽ അവിടുത്തെ ആരോഗ്യ പരിരക്ഷ അവർക്ക് ലഭിക്കും. മറ്റൊരു പ്രശ്നം തിരിച്ചു വന്ന പ്രവാസികൾക്ക് നോർക്കയുടെ തിരിച്ചറിയൽ കാർഡ് ഇല്ല എന്നതാണ്. നാട്ടിലെ പ്രവാസികൾക്കും ഈ കാർഡ് നൽകണമെന്ന് പ്രവാസി സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് മാത്രവുമല്ല, നോർക്ക കെയർ ഇൻഷുറൻസിന്റെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ ചികിത്സ തേടുകയും വേണം. പ്രായം കൊണ്ടും ആരോഗ്യ പ്രശ്നം കാരണവും ഇൻഷുറൻസിന് അർഹരായ ഒരു വിഭാഗമാണ് പ്രവാസികളുടെ രക്ഷിതാക്കൾ. എന്നാൽ നോർക്ക കെയറിന്റെ പരിരക്ഷയിൽ വിദേശത്തെ പ്രവാസികളുടെ രക്ഷിതാക്കളെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതും ഈ പദ്ധതിയുടെ വലിയ വീഴ്ചയാണ്. നോർക്ക കെയർ പദ്ധതിയിൽ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസുമായിരിക്കും ഒരു വർഷത്തേക്ക് ലഭിക്കുക. 18 മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് മെഡിക്കൽ പരിശോധനകൾ കൂടാതെ അംഗങ്ങളാവാൻ സാധിക്കും. 4 അംഗ കുടുംബങ്ങൾക്ക്, അതായത് ഭാര്യ ഭർത്താവ്, 25 വയസ്സിന് താഴെയുള്ള 2 മക്കളുള്ളവർക്ക് 13,411 രൂപയാണ് പ്രീമിയം തുക. അധികമായ ഒരു കുട്ടിക്ക് 4,130 രൂപയാണ് പ്രീമിയം. ഒരു വ്യക്തിക്ക് മാത്രമാണെങ്കിൽ 8,101 രൂപയാണ്. ന്യൂ ഇന്ത്യ അഷുറൻസ് എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. രജിസ്ട്രേഷൻ ഈ മാസം 22 മുതൽ അടുത്ത മാസം 22 വരെയാണ് ഉണ്ടാകുക. അതിനായുള്ള ആപ്പ് 22-ന് പുറത്തിറങ്ങുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കേരളീയർ ജോലി ചെയ്യുന്ന ചില കമ്പനികൾ, നോർക്ക അംഗീകരിച്ച പ്രവാസി സംഘടനകൾ എന്നിവ മുഖേനയും രജിസ്ട്രേഷൻ ഉണ്ടാകുന്നതായിരിക്കും. സാധുവായ നോർക്ക പ്രവാസി കാർഡുള്ള കേരളീയർ, മറ്റ് രാജ്യങ്ങളിൽ പഠിക്കുന്ന കേരളീയ വിദ്യാർത്ഥികൾ, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന നോർക്ക ID കാർഡുള്ള കേരളീയർക്ക് എന്നിവർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ സാധിക്കുക.